ആദ്യം തൊട്ട് ഗൈസ്, ഞങ്ങൾ പുതിയൊരു വീട് വാങ്ങിച്ച്. അപ്പോൾ പുതിയ വീട്ടിലേക്ക് മാറിയപ്പോൾ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനായിട്ട് പോയേക്കുമായിരുന്നു. റേഞ്ച് എന്ന് പറയുന്ന ഇവിടെ ഒരു കടയുണ്ട്, അവിടെ പോയത്. പക്ഷെ എല്ലാം അത്യാവശ്യം അഫോർഡബിൾ പ്രൈസും ക്വാളിറ്റിയും നല്ല കേട്ടോ. ഈ പുതിയ പുതിയ വീടെടുക്കുന്നവർക്കൊരു നല്ല ചോയ്സ് അത്. അവിടെ പോയി നമുക്ക് സാധനങ്ങളൊക്കെ സെലക്ട് ചെയ്ത് വാങ്ങിക്കാം. ഇഷ്ടം പോലെ സാധനങ്ങളുണ്ട്, എല്ലാം പുതിയ ഹൗസിലേക്കൊക്കെ പറ്റുന്ന. അപ്പൊ ഞങ്ങൾക്ക് കുറച്ച് കണ്ടെയ്നർ വേണമായിരുന്നു, ഇതൊക്കെ ഫുഡൊക്കെ എടുത്ത് വെക്കാൻ, ഫ്രിഡ്ജിലൊക്കെ വെച്ച് അറേഞ്ച് ചെയ്യാൻ വേണ്ടി. ഇതിന്റെ വൈറ്റ് എല്ലായിടത്തും ഇതിന്റെ ഒരു ബ്ലാക്ക് അങ്ങനെ റയർ ആയിട്ട് നമ്മൾ കണ്ടിട്ടുള്ളൂ. അപ്പം അത് 3 പീസേ ഉള്ളായിരുന്നു, അത് 3 ഞങ്ങൾ ഇങ്ങനെ വാങ്ങിച്ചു. അടുത്തത് പിന്നെ നമ്മുടെ ഓയിൽ ഡിസ്പെൻസർ. അതിന് പൈസ പറഞ്ഞില്ല വില. അതിന് എത്ര 3 പൗണ്ടാന്ന് തോന്നുന്നു. ഓയിൽ ഡിസ്പെൻസർ 2 വാങ്ങിച്ചു, 12 pounds ആയി. പക്ഷെ അത് കുഴപ്പമില്ല, ഞാൻ നോക്കിയിട്ട്. പക്ഷെ ഇതിന്റെ കൂടെ സ്റ്റാൻഡ് ഉണ്ട്, ഇങ്ങനെ സ്റ്റാൻഡ് ഉള്ളതുകൊണ്ട് നല്ല രസമായിട്ട് കിച്ചണിൽ വെക്കാനായിട്ട്. അത് ഒതുങ്ങിയിരിക്കുകയും ചെയ്യും. ഒരെണ്ണത്തിനകത്ത് ഓയില്, ഒരെണ്ണത്തിന് നമുക്ക് നോർമൽ ഓയിലും ഒലിവ് ഓയിലും വെക്കാൻ പറ്റും. പിന്നെന്താണ് വാങ്ങിച്ചത്? പിന്നെ ഞങ്ങൾ ഇതൊരെണ്ണം ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്. ഇത് ഞാനാണ് കണ്ടുപിടിച്ചത് അവിടെ. ഇത് ഞാനൊരു യൂട്യൂബ് വീഡിയോയിൽ കണ്ടതാണ്. ഇത് ചായ ഇങ്ങനെ വെച്ചിട്ട് ഈ സംഭവം തുറന്ന് വെച്ചിട്ട് ഇതിലേക്ക് വെള്ളം ഒഴിച്ച് വെക്കുക. എന്നിട്ട് ഇതിങ്ങനെ തുറന്നിട്ട് ഇതിലേക്ക് ചായപ്പൊടിയും ആദ്യമേ ഇതിനകത്ത് നമ്മൾ വെള്ളം എടുത്തിട്ട് സ്റ്റവ് വെച്ചിട്ട് ഈ വെള്ളം തിളച്ച് വരുമ്പോൾ ഇത് സ്റ്റൗവിൽ വെക്കാം. അതാണ് വലിയൊരു അഡ്വാൻറ്റേജ് ഉണ്ട്. പിന്നെ മറ്റേ എനിക്കൊന്ന് ഇൻഡക്ഷനിൽ വെക്കാൻ പറ്റത്തില്ല, മൈക്രോവേവിലും വെക്കാൻ പറ്റൂല. പിന്നെ ഇതിനകത്ത് ഒരു അരിപ്പുണ്ട്. ഇതിനകത്ത് ഇതും വെച്ച് വെള്ളം ഒഴിച്ചിട്ട് ഈ അരിപ്പ വെച്ച് അരിപ്പയ്ക്കകത്ത് നമ്മൾ വേണുന്ന തേയിലപ്പൊടിയാണ് അത്, അല്ലെങ്കിൽ ടീ ബാഗ് ഇട്ടിട്ട് വെള്ളം അതിനകത്ത് കിടന്ന് തിളച്ച് കഴിയുമ്പോഴത്തേന് നന്നായിട്ട് വെള്ളം തിളച്ച് കഴിയുമ്പോൾ പാൽ ഒഴിക്കും. എനിക്ക് ഷുഗറും ഇതിനകത്ത് ആഡ് ചെയ്യാം, അല്ലെന്നുണ്ടെങ്കിൽ ഇതെടുത്തിട്ട് ഷുഗർ ആഡ് ചെയ്യാം. എന്നിട്ട് ഇത് തിളച്ച് കഴിയുമ്പോൾ മാറ്റുക. എന്നിട്ട് ഇതിനകത്ത് നമുക്ക് വേസ്റ്റ് ഉള്ളത് കളഞ്ഞിട്ട് ഇത് നമുക്ക് എടുക്കാം. എന്നിട്ട് ബാക്കി ചായ ഇതെനിക്ക് ഒരു 3 പേർക്ക് സെർവ് ചെയ്യാം. അതിനുള്ളത് ഇത് അടിപൊളിയാണ്, നമുക്ക് ഇഷ്ടമായി, നല്ല ലുക്ക്, സൂപ്പർ. പിന്നെ അടുത്ത വാങ്ങിച്ചെന്ന് പറഞ്ഞാൽ ഫിൽട്ടർ ജഗ്. പക്ഷെ ഇത് കോമൺ ആയിട്ട് നമ്മൾ കണ്ടേക്കുന്നതെല്ലാം വേറൊരു ഡിസൈൻ, അതെല്ലായിടത്തും കണ്ടേക്കുന്ന. പക്ഷെ ഇതൊരു വെറൈറ്റി തോന്നി. പക്ഷെ ഇതിന് ബ്ലാക്ക്, ഇതിന്റെ വൈറ്റ് എല്ലായിടത്തും ഞാൻ കണ്ടേക്കുന്നത്. അപ്പൊ ഇതൊരു 4.5 ലിറ്റർ വെള്ളം വരെ കൊള്ളും. മറ്റേന്ന് പറയുമ്പോ അത്രയും കൊള്ളത്തില്ല. പിന്നെ ഇതിന്റെ ഇവിടെ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാം നമുക്ക്. ഇതെന്തോ അഡ്ജസ്റ്റ് ചെയ്യുന്നത് അറിയില്ലല്ലേ? ഇത് വെള്ളത്തിന്റെ ചൂട് അഡ്ജസ്റ്റ് ചെയ്യുന്നത്. ചൂടല്ല എന്തോ ഒരു സാധനം, ഡിഗ്രി അഡ്ജസ്റ്റ് ചെയ്യാം. ഫിൽട്ടർ കൂടുന്നതായിരിക്കും, കുറയുന്നത് കൂടുന്ന. അതിനകത്ത് ഒരു ചെറിയ ഫിൽട്ടർ, മറ്റേതിനെ പോലെ വലിയ ഫിൽട്ടർ അല്ല, ചെറിയൊരു ഫിൽട്ടറാണ്. അത് മേടിക്കാൻ കിട്ടുന്നതാണ് അതിന്റെ കൂട്ടത്തിൽ തന്നെ. അപ്പൊ നമുക്ക് ഫിൽട്ടേർഡ് വാട്ടർ കുടിക്കാം എപ്പോഴും. ഇത് കൊള്ളാം, നല്ലൊരു ചോയ്സ് ആണ്. ഓക്കെ, ഇത് ഇഷ്ടമായി. പിന്നെ ഞങ്ങള് ഇച്ചിരി പേപ്പറുകൾ വാങ്ങിച്ചത് ഒട്ടിക്കാനായിട്ട്. കബോർഡൊക്കെ ഒന്ന് ഒട്ടിച്ച് നല്ല ഇതായിട്ട്. തടിയാണ് ഞങ്ങളുടെ ഇവിടുത്തെ കബോർഡുകൾ. അപ്പം ഡയറക്റ്റ് അതിലേക്ക് വെച്ചെന്നാല് വെള്ളം ഇതിലേക്ക് ഒട്ടിച്ച് വെച്ച ഇതൊരു കാണാനും ഒരു ലുക്ക് ഉണ്ട്. അങ്ങനെ മേടിച്ചു. നേരെ ഒട്ടിച്ച് വെക്കാം, നമ്മളിങ്ങനെ ഒട്ടിച്ചിട്ട് കാണിക്കുന്നതായിരിക്കും. ഓക്കെ, പിന്നെ വാങ്ങിച്ചത് പിന്നെ ചെറിയ ഡിസ്പെൻസർ ഇങ്ങനത്തെ ടൈപ്പ് വാങ്ങിച്ചു. പിന്നെ ഒരു കട്ടിംഗ് ബോർഡ്. ഓൾറെഡി കട്ടിംഗ് ബോർഡ് ഉണ്ടായിരുന്നു, പക്ഷെ ഇത് കണ്ടപ്പോൾ ഇച്ചിരി നല്ലതായിട്ട് തോന്നി. എന്നുവെച്ചാൽ നമുക്ക് ഹാങ് ചെയ്തിടാനും കൂടെ പറ്റുന്നതാണ്. നോർമലി ഹാങ് ചെയ്യുന്നത് വേറെ ഇവിടെ മിഡിലായിട്ട്, ഇത് ഒരു കോർണറിൽ നന്നായിട്ട് ഹാങ് ചെയ്തിട്ട് അത് നമ്മുടെ സ്പേസ്. പിന്നെ അവിടെ കുറേ ക്യാൻഡിൽസ് കിട്ടും, ഭയങ്കര വെറൈറ്റി ടൈപ്പുള്ള ക്യാൻഡിൽസ് ഒക്കെ ഉണ്ട്, സെന്റഡ് ആയിട്ടുള്ളതും അല്ലാത്തതും. പിന്നെ വേറൊന്നും മേടിച്ചത് ഇതെന്ന് പറയുന്നത് മൈക്രോ ഫൈബർ ഡ്രൈയിങ് മാറ്റ്. നമ്മൾ ഈ പാത്രമൊക്കെ കഴുകി ഇതിലേക്ക് വെച്ച് ഒരു വിതിൻ 5 minutes അതെല്ലാം ഡ്രൈ ആയിട്ട് ഇത് നമുക്ക് വാഷബിൾ ആണ്. നമുക്ക് ഇത് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കിന് വാഷ് ചെയ്തിട്ട് സ്ക്വീസ് ചെയ്തെല്ലാം കളഞ്ഞിട്ടെടുത്ത് ഡ്രൈ ആക്കി വെക്കാൻ പറ്റും. അത്രേ ഉള്ളൂ. പിന്നെ ഞാനൊരു കേക്ക് ട്രേ വാങ്ങിച്ചു. അപ്പം ഇത് പറഞ്ഞായിരുന്നു, ഇല്ല ഇതൊരു 1/2 kg കേക്ക് ഉണ്ടാക്കാമെന്ന് എനിക്ക് തോന്നുന്നു. പക്ഷേ ഇത് നല്ലതാണ്. പിന്നെ ഇത് 4-5 പൗണ്ട്. ഇത് മറ്റേ എയർ ഫ്രയറിലും ഇത് കേക്കിനകത്ത് വെക്കാവുന്നതാണ്. കേക്ക് ഉണ്ടാക്കുന്നതിന് മുന്നേ ബട്ടർ പേപ്പർ പോലത്തെ സെയിം. അങ്ങനെ അത്രയല്ലേ ഉള്ളൂ. ഇത്രയും സാധനങ്ങളാണ് ഞങ്ങൾ ഇന്ന്. എയർ ഫ്രയർ ലൈനർ
ഇത് നല്ല യൂസാണ്. ഇത് റീയൂസബിൾ ആണ്. നമുക്ക് എയർ ഫ്രയറിൽ ഡയറക്റ്റ് ഫുഡൊക്കെ വെക്കുന്നതിന് മുന്നേ ആയിട്ട് ഇതങ്ങോട്ട് വെച്ചിട്ട് വെക്കുവാണെങ്കിൽ അതിലൊന്നും ഇങ്ങനെ പറ്റി പിടിച്ചിരിക്കാതെ. ഇതിന്റെ പേര് എയർ ഫ്രയർ ലൈനർ 1.99 എന്തോന്നു ഇതിന്റെ പൈസ. ഇത്രയും സാധനങ്ങളാണ് ഞങ്ങൾ ഇന്ന് പോയി മേടിച്ചത്. അപ്പം ഞങ്ങൾ ഇതൊക്കെ സെറ്റ് ആക്കിയിട്ട് ഇനിയിപ്പോൾ ആരെങ്കിലും വീട് മാറുന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ല ചോയ്സ് എന്ന് പറയുന്നത് റേഞ്ചിൽ പോയി സാധനങ്ങൾ, റേഞ്ച്, ഹോം ബാർഗൻസ് അവിടെയൊക്കെ പോയി മേടിക്കാം. അപ്പം ശരി, ടാറ്റാ, ബൈ.